ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷദ്വീപ് ഡിലൈറ്റ്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ചൂര മീൻ മുളകിലിട്ടതിൻ്റെ റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടും വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചൂരമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ മുളകില്ലേ, വറ്റൽ മുളക്, അത് അരച്ചെടുത്താണ് മിക്സിയുടെ ജാറിലിട്ട്. അതിലോട്ട് കുറച്ച്, അതായത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചെറിയ ജീരകമില്ലേ, അത് കുറച്ചിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിലോട്ട് നമ്മുടെ സവാള ചെറുതായി അരിഞ്ഞെടുത്ത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉലുവ, പിന്നെ കറിവേപ്പില. മീൻ മുളകിലിട്ടത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണേ. പിന്നെ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല ചൂര മീൻ മുളകിലിട്ടത് റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണേ. അപ്പോൾ ഒന്നുകൂടി പറയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിനേക്കാളും നല്ലൊരു ഉഷാറൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.